ഈ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടത് ഒരു പാത്രത്തിൽ ചിക്കൻ മുറിച്ചിട്ടത്, പിന്നെ കുറച്ച് ഉപ്പ്, അത് കഴിഞ്ഞ് മുളക് പൊടി, ഇച്ചിരി ഒറിഗാനോ, ഇച്ചിരി സോയാ സോസ്, ഇച്ചിരി സോസ്. അപ്പൊ നമുക്ക് ചിക്കനിലെല്ലാം പേരക്കി വെക്കാം. ആദ്യം കുറച്ച് ഉപ്പ്, ഇത്തിരി മുളക് പൊടി, ഇത്തിരി നമുക്ക് കുറച്ച് എരിവ് ഇഷ്ടമല്ല. എരിവ് ഇഷ്ടമുള്ള ആൾക്കാർ കുറെ മുളക് പൊടി ഇട്ടോ. ഇച്ചിരി മുളക് പൊടി. അത് കഴിഞ്ഞിട്ട് സോയാ സോസ്. ഇനി ഞങ്ങൾക്ക് ഒറിഗാനോണ് ഇടേണ്ടത്. ഒറിഗാനോണ് കുറച്ച്. അടുത്ത ഞങ്ങൾക്ക് വേണ്ട സോസാണ്. അയ്യോ, ഇനി ഞങ്ങൾ എല്ലാ ചിക്കനെല്ലാം പരത്തി വെക്കുക. പുറത്ത് നല്ല മഴയാണ്. ഫ്രിഡ്ജിൽ നമ്മൾ ചിക്കൻ വെച്ചിട്ടുണ്ട്. അടുത്ത സാധനങ്ങൾ പറഞ്ഞുതരാം. ടൊമാറ്റോ, ഒനിയൻ, എഗ്, മിൽക്ക്, ചീസ്, അൺസോൾട്ടഡ് ബട്ടർ, മോസറല്ല ചീസ്, ബ്രെഡ്. ഇതെല്ലാം വേണം നമുക്ക് പിസയ്ക്ക്. ഇനി കുറച്ച് ബട്ടർ എടുത്തിട്ട് പാനിലേക്ക് ഇടുക. ഇനി അതിലേക്ക് ചിക്കൻ കുറച്ച് ഇടണം. സേഫ്റ്റിയോടെ ഇടണം, കൈ കൊള്ളാണ്ട്. എല്ലാ ചിക്കനിട്ട് ഇനി അത് ബട്ടറിൽ കിടന്ന് പൊരിക്കട്ടെ. മുട്ടയിലേക്ക് ഉപ്പിടുക. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഇനി ചൂടാക്കിയ പാനിൽ ബട്ടർ ഇട്ടിട്ട് ബ്രെഡ് ഇതിൽ മുക്കണം. ഇനി ഓരോന്ന് ഇതിലേക്ക് മുക്കിയിട്ട് പാനിലേക്ക് ഇടുക. ഇനി എല്ലാ ബ്രെഡും റൗണ്ട് ഷേപ്പിലാക്കി വെക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പിസ്സ സോസ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഈ പിസ്സ സോസ് റൗണ്ടിൽ ചുറ്റണം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മോസറല്ല ചീസ് ഇടുക. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇടണം. ഇനി ടൊമാറ്റോ മുന്നിൽ ഇടണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം ഒക്കെ ഇടാം, പക്ഷെ ഞങ്ങളുടെ അടുത്ത് ക്യാപ്സിക്കം ഒന്നും ഇല്ല, അതുകൊണ്ട് ഇടാത്തത്. അതിനുശേഷം വീണ്ടും ചിക്കൻ ഇടണം ഇതിൽ. പിന്നെ നോർമൽ ചീസ് ഇടണം ഇതിലേക്ക്. ഫൈനൽ സ്റ്റെപ്പ് ഒറിഗാനും ചില്ലി ഫ്ലേക്സും. ആഹാ, നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഇടുന്നത്. ഇനി അടച്ചു വെച്ചിട്ട് 5 minutes വെയിറ്റ് ചെയ്യുക. നമുക്ക് ഇനി ഞങ്ങളുടെ തട്ടിക്കുട്ടി പിസ്സ തുറന്നു നോക്കാം. വാവ്, നമ്മുടെ പിസ്സ ഇവിടെ റെഡിയാണ്. നമുക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കാം. ഹലോ ഗായ്സ്, അപ്പൊ ഞങ്ങളുടെ ചിക്കൻ പിസ്സ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ കഴിക്കുവാണ് പിസ്സ. യമ്മി ആൻഡ് ഡിലീഷ്യസ്. എന്താ പറയണ്ടെന്ന് അറിയില്ല, ഭയങ്കര രസമാണ്. നല്ല ചൂടും നല്ല എന്താ പറയാ ജ്യൂസി പോലെ നല്ല പിസ്സ ജ്യൂസി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.